കെ.സി. വേണുഗോപാലിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇരിക്കൂറിന്റെ മണ്ണിൽ പാറ്റാൻ തന്റെ ഇടമുണ്ടെങ്കിൽ, കെ.സിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇരിക്കൂറിന് കൊടുക്കും. പ്രതിഷേധം മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ കെ. സുധാകരൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അടൂർ പ്രകാശ് ആഗ്രഹിച്ചിട്ടുണ്ട്, ഷാഫി പറമ്പിലിന്റെ പേരിട്ടുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. ഇവരൊക്കെ രാജിവെച്ചിട്ട് സുധാകരൻ ആഭ്യന്തരവും ഷാഫി പറമ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയും കൊടിക്കുന്നിൽ സുരേഷ് ആരോഗ്യമന്ത്രിയായിട്ട് എല്ലാ എംപിമാരും അങ്ങ് വരട്ടെ. ഒരാൾ മാത്രമായിട്ട് കെ.സി. വേണുഗോപാലിന് വേണ്ടിയിട്ട് ഒരു നിയമം മാറ്റുക. സുധാകരൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിയമം പറഞ്ഞത്? എംപിമാരെ മത്സരിക്കേണ്ട ആവശ്യമില്ല. അതാരാ പറഞ്ഞത്? കെ.സി. വേണുഗോപാൽ ഉൾപ്പെട്ട ഹൈക്കമാൻഡാണ് ആ വിഷയം പറഞ്ഞത്. സുധാകരന്റെ പിന്തുണ ഉൾപ്പെടെ കെ.സി. വേണുഗോപാൽ സുധാകരൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ താല്പര്യമില്ല. ചരിത്രത്തിൽ 49 വർഷമായിട്ട് തളിപ്പറമ്പിൽ CPM ഒരു MLA ഇല്ലാത്ത കാലഘട്ടം വന്നിട്ടുണ്ട് എങ്കിൽ, കെ.സി. വേണുഗോപാലിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇരിക്കൂറിലെ UDF പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇരിക്കൂറിന്റെ മണ്ണിൽ പാറ്റാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങളും വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ UDFകാരാണ്, പാർട്ടി വക്താക്കളാണ്, മെമ്പർമാരാണ്, ഔദ്യോഗിക ഭാരവാഹികളുള്ള ആൾക്കാർ വരെ ഇവിടെയുണ്ട്. ഞങ്ങളും വെല്ലുവിളിക്കുന്നു. കെ.സി. വേണുഗോപാലിന്റെ എന്നല്ല, MP സ്ഥാനം രാജിവെച്ചിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ താല്പര്യപ്പെടുന്ന ഏത് MP ആവട്ടെ, ആരുമാവട്ടെ, അവരെ തോപ്പിച്ചിട്ട് കെ.സിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇരിക്കൂറിന് കൊടുക്കും. ഗൈസ്, ഓരോ സാധാരണ ജനങ്ങൾക്കും സാധാരണ പ്രവർത്തകർക്കും പറയാനുള്ള വേർഡ്സ് ആണ് കേട്ടോ ഇവർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവർ പറഞ്ഞ അതാണ് സത്യസന്ധമായിട്ടുള്ള വേർഡ്സാണ്. ഇപ്പോൾ ഞാൻ ഇതിന് മുൻപുള്ള 2-3 വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ MPമാർ മത്സരിക്കണ്ട എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് നഷ്ടമായത് ഒരു നല്ലൊരു മന്ത്രിനെയാണ്. അതെല്ലാവർക്കും അറിയാം, ഷാഫിക്ക. പിന്നെ കെ. സുധാകരൻ സാറ് കേസിനെ പിന്താങ്ങുന്നത് വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരേ ഒരു പേരാണ് VD സതീശൻ സാർ. MPമാരെ മത്സരിപ്പിക്കണ്ട എന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞ ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് തന്നെ ആരാണെന്നുള്ളത് എല്ലാവർക്കും ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലായിക്കും. അത് കെ.സി. വേണുഗോപാൽ തന്നെയാണ്, വേറെ ആരുമല്ല. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. പിന്നെ പലരും കേസിന്റെ എഫേർട്ടൊക്കെ വന്നുകൊണ്ട് പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഈ സ്ഥാനാർത്ഥി നിർണയം ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കെ.സിക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാര് കൊണ്ടുവച്ചു. അതാണ് മെയിനായിട്ടുള്ള ഇത്. അതേപോലെ തന്നെ കെ.സിക്ക് അനുകൂലമായിട്ടുള്ള എല്ലാവരെയും ഓരോരോ പൊസിഷനിൽ കൊടുത്തു. കാരണം എന്താ, കെ.സി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിന്റെ അടുത്ത ആളാണ് കെ.സി. അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല പവറും ഉണ്ട്. VD സതീശൻ സാറിന്റെ ഒന്നും പവറല്ല അയാൾക്കുള്ളത്, നല്ല പവർ ഉണ്ട്. അത് ഇവിടെ നല്ല എല്ലായിടത്തും പോയി കലക്കാനുള്ള പവർ അയാൾക്കുണ്ട് എന്നാണ് ഇപ്പം ഞാൻ ഓരോരോ വീഡിയോ കണ്ടപ്പോഴും കണ്ടത്. സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കുറേ വർഷങ്ങൾ കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അയാളെ ആ തലപ്പത്തുനിന്ന് ഒഴിവാക്കിയിട്ട് വേറെ നല്ല പ്രവർത്തകരെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. സത്യം പറയാലോ, ഇപ്പം എല്ലാവരും പറയണ്ടേ, എല്ലാവരും അല്ല, ചില ആളുകൾ കേസിനെ പിന്താങ്ങുന്ന ആൾക്കാർ പറയുന്നുണ്ട് അത്രത്തോളം എഫേർട്ട് എടുത്തു, ഇന്ത്യ രാജ്യത്തിൽ ഇന്ത്യൻ മുന്നണി ഇത്രത്തോളം വളർച്ചയെത്തി, അതേപോലെ എത്രത്തോളം ഇതാക്കിയത് കെ.സി ആണ്. അത് നിങ്ങൾ സമ്മതിച്ചല്ലോ അല്ലേ? ഇത്രത്തോളം ഇതാക്കിയത് കെ.സി ആണെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചല്ലോ. എത്രത്തോളം കെ.സിനെ അനുകൂലിക്കുന്ന ചില പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞ എഴുതിയ കുറച്ച് വേർഡ്സ് ആണത്. പാർട്ടിക്കും വേണ്ടി പ്രവർത്തിച്ച്, അല്ലെങ്കിൽ പാർട്ടിക്കും വേണ്ടി ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത്രത്തോളം കഷ്ടപ്പെട്ട് പാർട്ടി ഇതുവരെ എത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതുവരെ എത്താൻ? അതുകൊണ്ടൊന്ന് പറഞ്ഞുതരും, ഏതുവരെ എത്താൻ? BJP-നെ ഇത്രത്തോളം ഹൈപ്പാക്കി വിട്ടതോ? അതാണോ ഇന്ത്യയിലെ UDF-ന്റെ ആ ഒരു ഇപ്പം എത്രയെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന് ആരും ഒന്നും അത്രക്ക് ഇതൊന്നും ആവശ്യമില്ല, അത്രക്ക് ബുദ്ധിയും വിവരമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എവിടെയൊക്കെ ഭരണമുണ്ട്, അല്ലെങ്കിൽ എത്ര കാലമായി കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടിട്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയണ കേസാണ്. അപ്പം കേസിൻ്റെ ഈ ഒരു വലിയ ത്യാഗമൊന്നും ആരും പറഞ്ഞിട്ട് വരണ്ട. കാരണം എന്താ വെച്ചാൽ ആ ത്യാഗം കൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനവും പൊട്ടിപ്പാളീസായി എന്നാണ് കേട്ടത്. ഇത്രത്തോളം സഹിച്ചത് BJP-ക്ക് ഭരണം കൊടുത്തതാണ്, ഇത്രത്തോളം സഹിച്ച ത്യാഗം അയാൾ. അപ്പോൾ കൂടുതലൊന്നും ഡെക്കറേഷൻസ് വേണ്ട. VD സതീശൻ സാറാണ് ഇവിടെ യോഗ്യന്.
പിന്നെ അയാൾക്ക് വേണ്ടത്ര പൊസിഷനും കാര്യങ്ങളൊക്കെ അയാൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി അയാൾ മാറി നിൽക്കട്ടെ. ഇവിടെ അയാൾക്ക് ഒരു യോഗ്യതയില്ല. ഇവിടെ യോഗ്യനായിട്ടുള്ള ആള് VD സതീശൻ സാറിനാണ്. അതിലൊരു സംശയമോ ഒരു തർക്കമോ ആർക്കും വേണ്ട, ആർക്കും ഇല്ലാനും. ഉള്ളത് കുറച്ച് കേസിനെ പിന്താങ്ങുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. കാരണം കേസിനെ പിന്താങ്ങിയാൽ അവർക്ക് അടുത്ത പ്രൊമോഷനുള്ള ഓപ്ഷൻസ് ഉള്ളൂ എന്നുള്ളത് അവർക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം അവർ പിന്താങ്ങുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല.